ദേശമുണർന്നാൽ ഒരു ഭവനത്തിൽ അഗ്നിമഴ പെയ്തിടും. പരിശുദ്ധാത്മാവേ കൃപ ചൊരിയണമേ, പരിശുദ്ധാത്മാവേ ശക്തി പകരണമേ. ഈ പോട്ടാശ്രമത്തിന്റെ അനുഗ്രഹീത കൂടാരത്തിലായിരുന്നു കൊണ്ട് പ്രാർത്ഥിക്കാൻ, ഓൺലൈൻ ശുശ്രൂഷയിൽ വ്യത്യസ്ത ദേശങ്ങളിൽ നിന്നുകൊണ്ട് പങ്കെടുക്കുവാൻ കർത്താവേ അങ്ങനെ തെരഞ്ഞെടുത്തതിനെ ഓർത്തുകൊണ്ട് നന്ദി പറയുന്നു. ഇതൊരു തിരഞ്ഞെടുപ്പാണ്. നിന്റെ കുടുംബത്തിൽ നിന്നും അനുഗ്രഹം ചോദിച്ചു മേടിക്കാൻ ദൈവം തെരഞ്ഞെടുത്ത വ്യക്തി. വിശ്വസിക്കുക, കർത്താവെ അങ്ങനെ തെരഞ്ഞെടുത്തു. വളരെയധികം ജീവിതത്തിൻ്റെ പ്രാരാബ്ധങ്ങളിൽ കുടുങ്ങിക്കിടക്കുന്നവരുണ്ട്. കാര്യങ്ങളൊക്കെ വളരെ അസ്വസ്ഥമാണെന്ന് ചിന്തിക്കുന്നവരുണ്ട്. കണ്ണടച്ച് കൈകൾ കൂപ്പി പ്രാർത്ഥിക്കുമ്പോൾ വിശ്വസിക്കുക, ദൈവം എന്നെ ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കാൻ തിരഞ്ഞെടുത്തു. എല്ലാവരും തിരഞ്ഞെടുത്തിട്ടില്ല, നിന്നെ തിരഞ്ഞെടുത്തു, എന്നെ തിരഞ്ഞെടുത്ത്. വിശ്വസിക്കുക, ദൈവത്തിന് എന്നെ അത്രമാത്രം സ്നേഹമാണ്. ഈശോയ്ക്ക് എന്നെ അത്രമാത്രം സ്നേഹമാണെന്ന് വിശ്വസിക്കുക. ഈശോയെ നന്ദി. ഈ സമയം നിങ്ങളുടെ ശിരസിലേക്ക് ദൈവത്തിൻ്റെ ആത്മാവ് അതിശക്തമായി കൃപ ചൊരിയപ്പെടട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. കണ്ണടച്ച് ഈ ശിരസിനെ സമർപ്പിച്ചെന്ന് പ്രാർത്ഥിച്ചേ. ഒത്തിരി ഓർമ്മകൾ തലയ്ക്കകത്ത് കിടക്കുന്നില്ലേ? ഒത്തിരി കൈപ്പേറിയ ദുഃഖത്തിൻ്റെ കണ്ണുനീരിൻ്റെ ഓർമ്മകൾ തലയ്ക്കകത്ത് കിടക്കുന്നില്ലേ? ഒത്തിരി പാപത്തിൻ്റെ ഓർമ്മകൾ, ചില ബന്ധ തകർച്ചകളുടെ ഓർമ്മകൾ, ചില ആളുകൾ പറഞ്ഞത്, ചില സംഭവങ്ങൾ, കഴിഞ്ഞകാല ജീവിതത്തിലെ ചില കാര്യങ്ങൾ ഇങ്ങനെ തലയ്ക്കകത്ത് ഇങ്ങനെ വട്ടമിട്ട് പറക്കുകയാണ് ചിലരുടെ. പ്രാർത്ഥിച്ചേ, കർത്താവേ അതിശക്തമായ ബോധ്യങ്ങൾ എനിക്ക് ലഭിക്കണമേ. എൻ്റെ ശിരസിലുള്ള ഈ ഓർമ്മകളെ ഈശോയെ കഴുകണമേ, വിശുദ്ധീകരിക്കണമേ. രണ്ട് കരങ്ങളും ആ കണ്ണിൽ ഒന്ന് ചേർത്ത് വെച്ച് പ്രാർത്ഥിക്കോ. കണ്ണ് വിശുദ്ധീകരിക്കപ്പെടട്ടെ. ഈ കണ്ണ് ദൈവീകമായ അഭിഷേകത്തിൻ്റെ കണ്ണാണ്. എന്നാൽ ആവശ്യമില്ലാത്തത് പലതും കണ്ട് നമ്മുടെ കണ്ണിൻ്റെ കൃപ നഷ്ടപ്പെട്ടിട്ടുണ്ട്. ഈ സമയം പ്രാർത്ഥിക്കുക. പ്രത്യേകിച്ച് ഓൺലൈൻ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്നവർക്ക് നന്നായിട്ട് പ്രാർത്ഥിച്ചോ. ഈശോ എൻ്റെ കണ്ണിനെ വിശുദ്ധീകരിക്കണമേ, കാഴ്ചയെ വിശുദ്ധീകരിക്കണമേ. തെറ്റായ കാര്യങ്ങൾ കണ്ട് എൻ്റെ കണ്ണിലുള്ള ആസക്തിയെ യേശുവെ വിശുദ്ധീകരിക്കണമേ. രണ്ട് കൈകളും എടുത്ത് ആ ചെവിയിലൊന്ന് വെച്ചേ. ഓരോ കൈകളും എടുത്ത് ഓരോ ചെവിയിലും വെച്ച് ആ ചെവിയെ ഒന്ന് വിശുദ്ധീകരിച്ച് പ്രാർത്ഥിച്ച, കർത്താവേ എൻ്റെ ഈ ചെവി ഒത്തിരി കാര്യങ്ങൾ കേൾക്കുന്ന ചെവിയാ. ആവശ്യമില്ലാത്തത് കേൾക്കുമ്പോൾ വലിയ സന്തോഷമാണ്, അതിൻ്റെ പുറകെ പോകാറുണ്ട്. തെറ്റായ കൂട്ടുകെട്ടുകൾ, തെറ്റായ ബോധ്യങ്ങൾ പലതും കേട്ട് തഴമ്പിച്ച എൻ്റെ ഈ ചെവിയെ വിശുദ്ധീകരിക്കണേ. വചനം കേൾക്കുമ്പോൾ തന്നെ എൻ്റെ ഈ ചെവിയിൽ അത്ഭുതകരമായ സൗഖ്യം വ്യാപരിക്കപ്പെടട്ടെ. രണ്ട് കരങ്ങളും എടുത്ത് ആ ചുണ്ടിൽ വെച്ചൊന്ന് പ്രാർത്ഥിച്ചേ. നമ്മുടെ നാവ്, ദൈവസ്തുതികൾ ആലപിക്കാൻ തിരഞ്ഞെടുക്കപ്പെട്ട നമ്മുടെ നാവ്, ഈശോയെ ഒത്തിരി അനാവശ്യ കാര്യങ്ങൾ എൻ്റെ ഈ നാവിലൂടെ പറഞ്ഞിട്ടുണ്ട്. എൻ്റെ വീട്ടിൽ തന്നെ എന്തോരം കാര്യങ്ങൾ ഞാനൊരല്പം ആത്മസംയമനം പാലിച്ചിരുന്നെങ്കിൽ എൻ്റെ കുടുംബത്തിൽ എന്തോ ഒരു സമാധാനം ഉണ്ടാകുമായിരുന്നു. ചില ആളുകൾ വാ തുറന്നാൽ ചീത്തയെ പറയൂ, കുറ്റമേ പറയൂ, പരാതിയെ പറയൂ. ഈശോയെ എൻ്റെ നാവ് സമർപ്പിക്കുന്നു, വിശുദ്ധീകരിക്കണേ. വചനം വായിക്കാനും പഠിക്കാനും പ്രാർത്ഥിക്കാനുമുള്ള എൻ്റെ നാവ് തിന്മയ്ക്ക് ഉപകരണമായതിനോർത്ത് മാപ്പ് ചോദിച്ച് പ്രാർത്ഥിക്കുന്നു. രണ്ട് കരങ്ങളും ആ നെഞ്ചിൽ വെച്ച് പ്രാർത്ഥിച്ചേ. ഈ സമയം പ്രാർത്ഥിക്കുമ്പോൾ തന്നെ ദൈവത്തിൻ്റെ ആത്മാവ് അനേകരുടെ ഹൃദയത്തിൽ പ്രവർത്തിക്കുന്നുണ്ട്. വിശ്വസിച്ച് പ്രാർത്ഥിച്ചോ. എൻ്റെ ഹൃദയം, ചിലർക്ക് ചിലരുടെ ഉള്ളിൽ ചില കാര്യങ്ങൾ മറക്കാനും പൊറുക്കാനും പറ്റണില്ല. ചില ആളുകളെ കുറിച്ച് ഓർക്കുമ്പോൾ തന്നെ ക്ഷമിക്കാൻ പറ്റണില്ല. അത്രമാത്രം സങ്കടം ഉള്ളിലുണ്ടാവും. വെറുപ്പിൻ്റെയും വിരോധത്തിൻ്റെയും വിദ്വേഷത്തിൻ്റെയും കനലിങ്ങനെ കടന്ന് അസ്വസ്ഥപ്പെടുത്തുകയാണ്. പ്രാർത്ഥിക്കുക, ഈശോയെ എൻ്റെ ഹൃദയത്തെ വിശുദ്ധീകരിക്കണേ. എൻ്റെ ഹൃദയത്തിൽ സ്നേഹം വേണം, സ്നേഹം വേണം. കുടുംബത്തിലുള്ള ജീവിത പങ്കാളിയെ സ്നേഹിക്കാൻ ഒരു കൃപ, മക്കളെ സ്നേഹിക്കാൻ ഒരു കൃപ, മാതാപിതാക്കളെ സ്നേഹിക്കാൻ, സഹോദരങ്ങളെ സ്നേഹിക്കാൻ ഈശോയോട് ചോദിച്ച് മേടിക്കുക. ഈശോയെ നിൻ്റെ സ്നേഹം എൻ്റെ ഹൃദയത്തിൽ വേണം. ഈശോയെ നിൻ്റെ സ്നേഹം എൻ്റെ ഹൃദയത്തിൽ വേണം. ഈശോയെ നീ മാത്രം മതി. നിൻ്റെ സ്നേഹം കൊണ്ട് എന്നെ നിറയ്ക്കണമേ, നിൻ്റെ സ്നേഹം കൊണ്ട് എന്നെ നിറയ്ക്കണമേ.
ചേർന്നൊന്ന് പ്രാർത്ഥിക്കൂ. ആബാ പിതാവേ, അവിടുത്തെ തിരുകുമാരന്റെ തിരുരക്തത്താൽ എന്റെ ശിരസ് മുതൽ ഉള്ളങ്കാല് വരെ കഴുകണമേ, കഴുകണമേ. എന്റെ മനസ്സിലെ മുറിവുകളെ കഴുകണമേ. എന്റെ ആത്മീയ തകർച്ചകളെ ഈശോയെ, ഈശോയെ, ഈശോയെ കഴുകണമേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. രണ്ട് കരങ്ങൾ ഉയർത്തിപ്പിടിച്ച്, കണ്ണടച്ച് ഉയർത്തിപ്പിടിച്ച്, ഈശോയെ, ഞാൻ ഈ ശുശ്രൂഷ വെറുതെ കാണാൻ വന്നതല്ല, മറിച്ച് അനുഗ്രഹം പ്രാപിച്ചു കൊണ്ടുപോകാനാണ് ഇന്ന് ഈ പോട്ടാശ്രമത്തിലേക്ക് ഞാൻ എത്തിയിരിക്കുന്നത്. രണ്ട് കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് കണ്ണടച്ച് ചേർന്ന് പ്രാർത്ഥിച്ച്, ആബാ പിതാവേ, ആബാ പിതാവേ, അവിടുത്തെ തിരുകുമാരന്റെ തിരുരക്തത്താൽ എന്റെ കുടുംബത്തെ കഴുകണമേ, കഴുകണമേ. കുടുംബത്തിലുള്ള രോഗങ്ങൾ, പാരമ്പര്യ രോഗങ്ങൾ, പഴക്കദോഷങ്ങൾ, ശാപപീഡകൾ, സാമ്പത്തിക തകർച്ചകൾ ഈശോയെ, 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 ഈശോയെ ഇടപെടണമേ, ഇടപെടണമേ. ബന്ധനങ്ങൾ അഴിക്കണമേ, കെട്ടുകൾ അഴിക്കണമേ. പരിശുദ്ധാത്മാവേ, 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 ശക്തി പകരണേ, ശക്തി പകരണേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കണ്ണടച്ച കൈകൾ കൂപ്പി പ്രാർത്ഥിക്കുമ്പോൾ, പ്രത്യേകിച്ച് നിങ്ങളുടെ വീട്ടിലുള്ള ആളുകൾ, നമ്മുടെ വീട്ടിൽ നിന്ന് ദൂരങ്ങളിലുള്ള പഠിക്കാനും ജോലിക്കും പോയിരിക്കുന്ന കുടുംബാംഗങ്ങൾ, ചില ആളുകളെ കുറിച്ച് വല്ലാത്തൊരു സങ്കടം ഉള്ളിലുള്ളവരുണ്ട്. അവരെ പ്രത്യേകം ഒന്ന് ഓർത്തെ, പ്രത്യേകം ഒന്ന് സമർപ്പിച്ചേ. അങ്ങ് ദൂരെയുള്ള എൻ്റെ കുടുംബത്തിൽ, എൻ്റെ മക്കളിൽ, എൻ്റെ ബന്ധുജനങ്ങൾക്കിടയിൽ, എൻ്റെ ജീവിത വ്യാപാര മേഖലകളിൽ ദൈവം ഇടപെടണമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. ആരാധന സ്തുതി യേശുവേ, ആരാധന സ്തുതി യേശുവേ. പ്രിയപ്പെട്ടവരെ, അത്ഭുതങ്ങളുടെയും അടയാളങ്ങളുടെയും മണിക്കൂറാണ്. നീ വിശ്വസിച്ചു കൊള്ളുക. എന്നെ ശക്തനാക്കുന്നവനിലൂടെ എല്ലാം ചെയ്യാൻ എനിക്ക് സാധിക്കും. വിശ്വസിച്ചു കൊള്ളുക. വിശുദ്ധ പൗലോസ്ലീഹ ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം 4-ാം അധ്യായം 13-ാം തിരുവചനത്തിൽ പഠിപ്പിച്ച വചനം ഈ സമയം ഇവിടെ അത് സംഭവിക്കുക. ഇതാ ഈശോ നമ്മുടെ സ്വഭാവത്തെ വിശുദ്ധീകരിക്കുന്നു. നമ്മുടെ ജീവിത അവസ്ഥ എന്തു തന്നെയും ആയിക്കൊള്ളട്ടെ, ഈശോയ്ക്ക് നിന്നെ അറിയാം. ഈശോയ്ക്ക് നിന്നെ അത്രമേൽ സ്നേഹമാണ്. കണ്ണടച്ച് കൈകൾ കൂപ്പി പ്രാർത്ഥിക്കുമ്പോൾ നീ അത് വിശ്വസിക്ക്. ഈശോയ്ക്ക് എന്നെ അത്രമേൽ സ്നേഹമാണ്. ഈശോയ്ക്ക് എന്നെ അറിയാം. നിന്റെ വീടറിയാം, നിന്റെ ജീവിതം അറിയാം. പുറത്തുപോലും മനുഷ്യന് പോലും അറിയാത്ത നിന്റെ ഉള്ളിലെ സങ്കടം, നിന്റെ പാപാവസ്ഥ ഈശോയ്ക്ക് അറിയാം. ഈശോ പറയുന്നു, എന്നിട്ടും പ്രിയപ്പെട്ട മകനെ, മകളെ, നിന്നെ എനിക്ക് ഒത്തിരി ഒത്തിരി സ്നേഹമാണ്. നീ അത് വിശ്വസിക്കുക. ഈശോയ്ക്ക് എന്നെ വലിയ കാര്യമാണ്. ഈശോ എൻ്റെ കൂടെയുണ്ട്. വിശ്വസിച്ചു കൊള്ളുക. ഈ പോട്ടാശ്രമത്തിലെ ഉയർത്തപ്പെട്ട ദൈവ സാന്നിധ്യം, ഈ ശുശ്രൂഷ സമയം, ഈ അന്തരീക്ഷത്തിൽ ഓൺലൈൻ ശുശ്രൂഷയിൽ ദൈവജനമേ, നിങ്ങൾ എവിടെ ഇരുന്ന് പങ്കെടുക്കുന്നെങ്കിലും നിങ്ങളുടെ പക്കലേക്ക് വ്യാപരിക്കുക. വിശ്വസിച്ചു കൊള്ളൂ. യേശുവിൻ്റെ അത്ഭുത സാന്നിധ്യ ശക്തി, നമ്മുടെ സ്വഭാവത്തെ വിശുദ്ധീകരിക്കുന്ന ദൈവ സാന്നിധ്യ ശക്തി ഇതാ വ്യാപരിക്കുകയാണ്. വിശ്വസിക്കുക. നമ്മുടെ ഉള്ളിൽ ഒരുപക്ഷെ
എതിർപ്പിൻ്റെ ശബ്ദം കടന്നു വരാം, പൈശാചികമായ ചിന്തകൾ കടന്നു വരാം. ഞാൻ ഇങ്ങനെയൊക്കെയാണ്, ഇങ്ങനെയൊക്കെ പോകൂ, എനിക്ക് മാറ്റമൊന്നും ഉണ്ടാവില്ല, എൻ്റെ കുടുംബം ഇങ്ങനെയാണ്, എനിക്ക് കഴിവില്ല, ഞാൻ ഇത്രത്തോളം നാൾ ഇങ്ങനെ ജീവിച്ചില്ലേ, ഇനി ഞാൻ എങ്ങനെ നന്നാവും എന്നിങ്ങനെ നമ്മുടെ ഉള്ളിൽ തിന്മയായ ചിന്തകൾ കടന്നു വരും. യേശുവിൻ്റെ അത്ഭുത നാമത്തിൽ ആ ചിന്തകളെ നീ ബന്ധിക്കണം. എന്നിട്ട് നീ നിന്നെ തന്നെ വിശ്വസിക്കണം. യേശു സർവശക്തനായവൻ എൻ്റെ കൂടെയുണ്ട്. ആ സർവശക്തനായ ദൈവം എൻ്റെ സ്വഭാവത്തെ വിശുദ്ധീകരിക്കുന്നു. എൻ്റെ സ്വഭാവത്തിൽ ഇഷ്ടമില്ലാത്ത കാര്യങ്ങളെ അറുത്തുമുറിച്ച് മാറ്റി ഒരു പുതിയ അഭിഷേകം, ഒരു പുതിയ ശക്തി പരിശുദ്ധാത്മാവിലൂടെ എനിക്ക് എൻ്റെ ഈശോ സമ്മാനിക്കുന്നു. വിശ്വസിച്ചുകൊള്ളൂ. പരിശുദ്ധ മറിയത്തിലൂടെ 8 ദിനങ്ങളിൽ പ്രാർത്ഥിക്കുന്ന എൻ്റെ ജീവിതത്തിൽ സംഭവിക്കുന്ന ഏറ്റവും മഹത്തായ കാര്യം, എൻ്റെ സ്വഭാവത്തെ ഈശോ വിശുദ്ധീകരിക്കുന്നു. കണ്ണടച്ച് കൈകൾ കൂപ്പി പ്രാർത്ഥിക്കുമ്പോൾ ഈ പ്രാർത്ഥന സ്വർഗം തുറക്കുന്ന പ്രാർത്ഥനയാണ്. നീ വിശ്വസിച്ചു കൊള്ളണം. ഇവിടെ നിന്ന് നീ പ്രാർത്ഥിക്കുമ്പോൾ നിന്റെ വീട് എത്ര ദൂരം അകലെയാണെങ്കിലും ആ വീട്ടിൽ ദൈവികമായ ഇടപെടൽ സംഭവിക്കുന്നു. പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ഒത്തിരി പേരുടെ ഉള്ളിൽ വലിയ സങ്കടം, തിരമാല ഇങ്ങനെ അടിക്കുന്നത് പോലെ അടിക്കുന്നുണ്ട് കേട്ടോ. സങ്കടം, കുറേ ചോദ്യങ്ങളും സംശയങ്ങളും. എൻ്റെ വീട്ടിലെ അവസ്ഥ എന്തുകൊണ്ടാണ് ഇങ്ങനെ? എൻ്റെ വീട്ടിലെ എൻ്റെ മകൻ, എൻ്റെ മകള്, എൻ്റെ ഭർത്താവ്, എൻ്റെ ഭാര്യ, എൻ്റെ സഹോദരങ്ങൾ എന്തുകൊണ്ടാണ് ഇങ്ങനെ? ഞാൻ മാത്രം എന്താ ഇങ്ങനെ സഹിക്കണേ? എൻ്റെ വീട്ടിൽ മാത്രം എന്താ ഇങ്ങനെ? മറ്റുള്ളവരൊക്കെ സന്തോഷത്തോടെ നടക്കുമ്പോൾ ഞാൻ മാത്രം എന്താ ഇങ്ങനെ? ഉള്ളില് ഈ ചോദ്യങ്ങളെല്ലാം ഈശോ ഏറ്റെടുക്കുന്നു. ഈശോ പറയുന്നു, പ്രിയപ്പെട്ട മകനെ, മകളെ, നിന്നിലൂടെ ചില കാര്യങ്ങൾ നിന്റെ വീട്ടിൽ സംഭവിക്കേണ്ടിയിരിക്കുന്നു. ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കാൻ ദൈവം നിന്നെ തിരഞ്ഞെടുത്തെങ്കിൽ അതിൻ്റെ അർത്ഥം നിന്നിലൂടെ ചില കാര്യങ്ങൾ നിന്റെ വീട്ടിൽ സംഭവിക്കുന്നു. നിന്റെ പ്രാർത്ഥനയിലൂടെ, ഈ ആലയത്തിൽ നീ ഉയർത്തുന്ന പ്രാർത്ഥനയിലൂടെ, നീ ഈശോയെന്ന് വിളിക്കുന്ന വിളിയിലൂടെ, നിന്നിലൂടെ കർത്താവ് ചില കാര്യങ്ങൾ ചെയ്യുന്നു. നീ വിശ്വസിക്കുക. ഒരുപക്ഷെ പ്രാർത്ഥിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ ചിലരുടെ ഉള്ളിലുള്ള ചിന്ത, എൻ്റെ വീട്ടിൽ ഇന്നയാൾ ഇങ്ങനെയാണല്ലോ, എൻ്റെ അവസ്ഥ ഇങ്ങനെയാണല്ലോ എന്നിങ്ങനെ പുറകോട്ട് വലിക്കുന്ന ചിന്തകൾ വരും. ഒരു കാരണവശാലും നിന്റെ അഭിഷേകം നഷ്ടപ്പെടുത്തുന്ന ചിന്തകളിലേക്ക് പോകരുത്. ഈശോയെ, എൻ്റെ സ്വഭാവത്തെ വിശുദ്ധീകരിച്ച് എൻ്റെ കുടുംബത്തിൽ ഞാനൊരു അനുഗ്രഹമായിട്ട് മാറട്ടെ. പരിശുദ്ധ അമ്മ എലിസബത്തിന്റെ വീട്ടിൽ ചെന്നതുപോലെ ഞാനും എൻ്റെ കുടുംബത്തിൽ ഒരു അനുഗ്രഹമായിട്ട് മാറട്ടെ. മറ്റുള്ളവർക്ക് പരിശുദ്ധാത്മാവിനെ കൊടുക്കുന്നൊരു ഉപകരണമാക്കി മാറ്റണമേ. ഈ സമയം പ്രാർത്ഥിച്ചുകൊള്ളുക. മക്കളെ ഓർത്ത് സങ്കടപ്പെടുന്ന ഒത്തിരി അമ്മമാരെയും അപ്പന്മാരെയും കർത്താവ് കാണിച്ചു തരുന്നു. നിന്റെ കണ്ണുനീരിന് ഉത്തരമുണ്ട്. ഈശോ വ്യക്തമായിട്ട് ചിലരുടെ ചെവിയിൽ ഇങ്ങനെ പറഞ്ഞു കൊടുക്കുന്നു, നിന്റെ കണ്ണുനീരിന് ഉത്തരമുണ്ട്. നിന്റെ പ്രാർത്ഥന വെറുതെ അല്ല. രാത്രികാലങ്ങളിൽ ആരും കാണാതെ നീ ഉയർത്തുന്ന പ്രാർത്ഥനയാണ് നിന്റെ വീടിന്റെ ബലം. നീ പ്രാർത്ഥന നിർത്തരുത്. നീ പ്രാർത്ഥന നിർത്തിയാൽ പിന്നെ ആര് നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കും? ആര് നിന്റെ കുടുംബത്തിന് വേണ്ടി മധ്യസ്ഥം വഹിക്കും? ഈ സമയം നീ സമർപ്പിച്ച് പ്രാർത്ഥിച്ചോ. കർത്താവേ, എൻ്റെ കുടുംബത്തിൽ അത്ഭുതകരമായ കാര്യങ്ങൾ സംഭവിക്കണമേ. പരിശുദ്ധാത്മാവേ, എൻ്റെ കുടുംബത്തെ ഏറ്റെടുക്കണമേ. അപ്പസ്തോല പ്രവർത്തനം 2-ാം അധ്യായം 1 മുതലുള്ള വചനം. പന്തക്കുസ്താ ദിനം സമാഗതമായപ്പോൾ അവരെല്ലാവരും ഒരുമിച്ച് കൂടിയിരിക്കുകയായിരുന്നു. കൊടുങ്കാറ്റടിക്കുന്നത് പോലുള്ള ഒരു ശബ്ദം പെട്ടെന്ന് ആകാശത്തുനിന്നുണ്ടായി. അതവർ സമ്മേളിച്ചിരുന്ന വീട് മുഴുവൻ നിറഞ്ഞു. അഗ്നിജ്വാലകൾ പോലുള്ള നാവുകൾ തങ്ങളുടെ ഓരോരുത്തരുടെ മേൽ വന്നു നിൽക്കുന്നത് അവർ കണ്ടു. അവരെല്ലാവരും പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞു. ആത്മാവ് കൊടുത്ത ഭാഷണ വരമനുസരിച്ച് അവർ വിവിധ ഭാഷകളിൽ സംസാരിക്കാൻ തുടങ്ങി. ഈ സമയം നീ വിശ്വസിച്ചോ? എൻ്റെ സ്വഭാവ രൂപീകരണം, പന്തക്കുസ്താഭിഷേകം എന്നിൽ സംഭവിക്കുന്ന സമയം. 2 കരങ്ങളും നെഞ്ചോട് ചേർത്ത് പ്രാർത്ഥിക്ക്. പരിശുദ്ധാത്മാവ് എൻ്റെ സ്വഭാവത്തെ വിശുദ്ധീകരിക്കുന്നു.
പരിശുദ്ധാത്മാവ് എന്നിൽ ഇടപെടുന്നു. പരിശുദ്ധാത്മാവിൻ്റെ നിയന്ത്രണം ഏറ്റെടുക്കുന്നു. സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. പരിശുദ്ധാത്മാവിൻ്റെ നിയന്ത്രണം ഏറ്റെടുക്കുന്നു. പരിശുദ്ധാത്മാവിന് അടിയറ വയ്ക്കുക. നിന്റെ വീടിനെ പരിശുദ്ധാത്മാവിന് അടിയറ വയ്ക്കുക. നിന്റെ തീരുമാനങ്ങളെ പരിശുദ്ധാത്മാവിന് വിട്ടുകൊടുക്കുക. പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ, ഞങ്ങളുടെ കുടുംബത്തിൻ്റെ വ്യക്തിപരമായ നിയന്ത്രണം ഏറ്റെടുക്കണമേ. പരിശുദ്ധ അമ്മ എലിസബത്തിന്റെ വീട്ടിൽ ചെന്നപ്പോൾ സംഭവിച്ച കാര്യം എൻ്റെ വീട്ടിലും സംഭവിക്കണം. അപ്പസ്തോല പ്രവർത്തനം 1:14 ഇവർ ഏകമനസ്സോടെ മറിയത്തോടും അതോടൊപ്പം തന്നെ മറ്റു സ്ത്രീകളോടും ശിഷ്യന്മാരോടുമൊപ്പം പ്രാർത്ഥനയിൽ മുഴുകിയിരുന്നു. ഇതാ ഈ സമയം ദൈവം അപ്രകാരമുള്ള ഒരു അഭിഷേകത്തിലേക്ക് നമ്മളെ നയിക്കുകയാണ്. 2 കരങ്ങൾ സ്വർഗത്തിലേക്ക് നന്നായിട്ട് ഉയർത്തിപ്പിടിച്ചേ, കണ്ണടച്ചേ. ഉയർത്തിപ്പിടിച്ച കരങ്ങൾ സ്വർഗത്തിലേക്കാണ്. മറ്റൊന്നും ചിന്തിക്കണ്ട. നിനക്ക് ഈ സമയം പരിശുദ്ധാത്മാവ് പ്രാർത്ഥിക്കാൻ എന്ത് പ്രചോദനമാണോ നൽകുന്നത് അതുപോലെ പ്രാർത്ഥിച്ചോണം. നിനക്ക് ഈ സമയത്ത് പരിശുദ്ധാത്മാവ് എങ്ങനെയാണോ പ്രാർത്ഥിക്കാൻ പ്രചോദനം നൽകുന്നത് അതുപോലെ പ്രാർത്ഥിച്ചോണം. ഈശോയേന്ന് കരഞ്ഞ് വിളിച്ചോണം. പരിശുദ്ധാത്മാവേ എന്ന് വിളിക്കണം. അബാപിതാവേ എന്ന് വിളിക്കണം. 2 കരങ്ങളും ഉയർത്തി, 2 കരങ്ങളും ഉയർത്തി. നിന്റെ കുടുംബത്തിന് വേണ്ടി മധ്യസ്ഥ പ്രാർത്ഥന പോലെ നിന്റെ ദേശത്തിന് വേണ്ടി കൈകൾ ഉയർത്തി. നിന്റെ കുടുംബാംഗങ്ങളുടെ വിടുതലിന് വേണ്ടി കൈകൾ ഉയർത്തി. ഈ സമയം പ്രാർത്ഥിക്കുന്ന വ്യക്തികളുടെ നിയന്ത്രണം പരിശുദ്ധാത്മാവ് ഏറ്റെടുക്കുന്നു. പരിശുദ്ധാത്മാവ് ഏറ്റെടുക്കുന്നു. ആമേൻ. യെസ്, എല്ലാവരും പ്രാർത്ഥിക്കട്ടെ. ശക്തി, ബലം, അഭിഷേകം, the mighty power, the mighty anointing, the mighty anointing right now. Take control upon each one of us. Oh Holy Spirit, oh Holy Spirit, പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ. ആമേൻ. അഭിഷേകത്തിന്റെ ആത്മാവ് ജ്വലിക്കട്ടെ, ജ്വലിക്കട്ടെ, ജ്വലിക്കട്ടെ എല്ലാവരും. അന്ത്യകാല അഭിഷേകം സകല ജഡത്തിന്മേലും. യെസ്, കൊയ്ത്തുകാല സമയമല്ലോ. ആമേൻ. ആത്മാവിൽ നിറയ്ക്കണമേ. അന്ത്യകാല അഭിഷേകം സകല ജനത്തിന്റെ മേലും, കൊയ്ത്തുകാല സമയം. ആമേൻ, ആമേൻ. അന്ത്യകാല അഭിഷേകം വിശ്വസിക്കുക. സകല ജഡത്തിന്മേലും. നിന്റെ ജീവിതത്തിൽ ദൈവത്തിന്റെ ആത്മാവ് ഇടപെടുന്ന സമയമല്ലോ. ആത്മാവിൽ നിറയ്ക്കണമേ. പഠിക്കേ, പഠിക്കേ. സകല ജഡത്തിന്മേലും കൊയ്ത്തുകാല സമയമല്ലോ. ആത്മാവിൽ നിറയ്ക്കണമേ. കൈകൾ ഉയർത്തി. തീ പോലെ ഇറങ്ങണമേ. കൈകൾ അടിച്ച് ആവായി പതിയണമേ. കൊടും കാറ്റായി വീശണമേ. ആത്മനദിയായി ഒഴുകണമേ. ആമേൻ, 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 ആമേൻ. തീ പോലെ ഇറങ്ങണമേ. ഫയർ പരിശുദ്ധാത്മാവേ നിയന്ത്രണം ഏറ്റെടുക്കണമേ. കൊടും കാറ്റായി വീശണമേ. ആത്മനദിയായി ഒഴുകണമേ. കൊടുങ്കാറ്റായി. ആമേൻ. 2 കരങ്ങളും ഉയർത്തി ഈശോയേ. സന്താനം ഓ ദൈവത്തിന്റെ ആത്മാവേ. ദൈവശക്തി ഞങ്ങളുടെ സ്വഭാവങ്ങൾ വിശുദ്ധീകരിക്കട്ടെ. കൈകളടിച്ചേ, നടുവൈയടിച്ചേ. പോരാ, പോരാ, പോരാ. ശരീരത്തില് കൈകാലുകൾ മാറ്റിയൊന്ന് ചവിട്ടി കൈയടിച്ചേ. ശരീരത്തിലേക്ക് ഒരു അഭിഷേകം വ്യാപരിക്കട്ടെ. ഒരു പുതിയ പന്തക്കുസ്ത സ്വഭാവ വിശുദ്ധീകരണം. ശിരസ് മുതലുള്ളങ്കാല് വരെ പരിശുദ്ധാത്മാവ് ഏറ്റെടുക്കട്ടെ. പരിശുദ്ധാത്മാവിന് നമ്മുടെ ശരീരത്തിന്റെ നിയന്ത്രണം വിട്ടുകൊടുക്കുക. അടുത്തുള്ളവരെ കുറിച്ച് ഒന്ന് ചിന്തിക്കണം. നന്നായിട്ട് കൈയടിച്ചോ, പാടി പ്രാർത്ഥിച്ചോ. ശരീരത്തിലേക്ക് അഭിഷേകം. മൈറ്റി അനോയിന്റിംഗ്,
mighty anointing right now. Yes, വിശ്വസിക്കുക. എൻ്റെ ശരീരം പരിശുദ്ധാത്മാവ് ഏറ്റെടുക്കുന്നു. എൻ്റെ ശരീരത്തിന്റെ നിയന്ത്രണം, എൻ്റെ നാവിന്റെ നിയന്ത്രണം, എൻ്റെ കണ്ണിന്റെ നിയന്ത്രണം, എൻ്റെ ചെവിയുടെ നിയന്ത്രണം, എൻ്റെ ചിന്തകളുടെ ഓർമ്മകളുടെ നിയന്ത്രണം, എൻ്റെ കൈകാലുകളുടെ നിയന്ത്രണം പരിശുദ്ധാത്മാവ് ഏറ്റെടുക്കുന്നു. കൈയടിച്ചേ, ശക്തിയോടെ കൈയടിച്ചേ. അമേൻ. യെസ്, അമേൻ. പവർ, മൈറ്റി അനോയിന്റിംഗ്. അസ്ഥിയുടെ താഴ്വരയിൽ ഒരു സൈന്യത്തെ ഞാൻ കാണുന്നു. അധികാരം പകരണമേ, ഇനി ആത്മാവിൽ പ്രവചിച്ചിടാം. ആമേൻ. അസ്ഥിയുടെ താഴ്വരയിൽ എസെക്കിയേൽ പ്രവാചകനെ കിട്ടിയ ദർശനം. സൈന്യത്തെ ഞാൻ കാണുന്നു. അധികാരം പകരണമേ, അധികാരം പകരണമേ, ഇനി ആത്മാവിൽ പ്രവചിക്കാൻ. തീ പോലെ ഇറങ്ങണമേ, കൈകൾ ഉയർത്തി കൈയടിച്ച്. മാവായി പതിയണമേ, കൊടുങ്കാറ്റായി വീശണമേ, ആത്മനദിയായി ഒഴുകണമേ. ആമേൻ, ആമേൻ. തീ പോലെ ഇറങ്ങണമേ, അഗ്നിനാവായി പതിയണമേ, കൊടുങ്കാറ്റായി വീശണമേ, ആത്മനദിയായി ഒഴുകണമേ. രണ്ട് കരങ്ങളും ഉയർത്തി ഈശോയെ. വ്യാപരിക്കട്ടെ, വ്യാപരിക്കട്ടെ, വ്യാപരിക്കട്ടെ. കൊടുങ്കാറ്റടിക്കുന്നത് പോലെ ദൈവശക്തി, തീ കത്തുന്നത് പോലെ ദൈവശക്തി, ദൈവശക്തി. കർത്താവേ, കർത്താവേ, കർത്താവേ. ശരീരത്തിലേക്ക് വ്യാപരിക്കട്ടെ, ദൈവശക്തി വ്യാപരിക്കട്ടെ, വ്യാപരിക്കട്ടെ, അഭിഷേകത്തിന്റെ ആത്മാവ് വ്യാപരിക്കപ്പെടട്ടെ. നിരാശയും ദുഃഖവും ഭയചിന്തകളും ഓ ദൈവത്തിന്റെ ആത്മാവെ എടുത്തെടുത്തെടുത്ത് മാറ്റണമേ, അവർക്ക് മറിച്ച് മാറ്റണമേ. തെറ്റായ സ്നേഹബന്ധങ്ങളെ യേശുവിന്റെ അത്ഭുത നാമത്തിൽ വേദിച്ച് പ്രാർത്ഥിക്കുന്നു. സ്വഭാവത്തിലുള്ള വൈകൃതങ്ങളെ യേശുവിന്റെ നാമത്തിൽ വേദിച്ച് പ്രാർത്ഥിക്കുന്നു. പാരമ്പര്യ രോഗങ്ങളെ യേശുവിന്റെ നാമത്തിൽ വേദിച്ച് പ്രാർത്ഥിക്കുന്നു. ശാപപീഠകളെ യേശുവിന്റെ നാമത്തിൽ വേദിച്ച് പ്രാർത്ഥിക്കുന്നു. സാമ്പത്തിക കടബാധ്യതകളെ യേശുവിന്റെ നാമത്തിൽ വേദിച്ച് പ്രാർത്ഥിക്കുന്നു. വെറുപ്പിന്റെ വിരോധത്തിന്റെ ശാപപീഠങ്ങളുടെ നാവിന്റെ കെട്ടുകളെ യേശുവിന്റെ നാമത്തിൽ യേശുവിന്റെ നാമത്തിൽ വേദിച്ച് പ്രാർത്ഥിക്കുന്നു. അഭിഷേകത്തിന്റെ കത്തിപ്പടരട്ടെ, കത്തിപ്പടരട്ടെ, കത്തിപ്പടരട്ടെ. കാണപ്പെടുന്ന അത്ഭുതങ്ങളും അടയാളങ്ങളും സംഭവിക്കട്ടെ. കൈകളെ ഉയർത്തി ഒരൊറ്റ വിളി, ഈശോയേ. അഭിഷേകത്തിന്റെ കരങ്ങൾ കത്തട്ടെ. ഓ പരിശുദ്ധാത്മാവേ, നിയന്ത്രണം ഏറ്റെടുക്കുന്നതിനെ ഓർത്തുകൊണ്ട് നന്ദി. കാർമലിലെ പ്രാർത്ഥനയിൽ ഒരു കൈമേഘം ഞാൻ കാണുന്നു. ആഹാബ് വിറച്ച പോലെ അഗ്നിമഴയായി പെയ്യണമേ. ആമേൻ. കാർമലിലെ പ്രാർത്ഥനയിൽ ഒരു കൈമേഘം ഞാൻ കാണുന്നു. യേശുവേ, ആഹാബ് വിറച്ച പോലെ അഗ്നിമഴയായി പെയ്യണമേ. തീ പോലെ ഇറങ്ങണമേ, കൈകൾ ഉയർത്തി മാവായി കൈകൾ അടിച്ച് പാടി പാടി കാറ്റായി വീശണമേ, ആത്മനദിയായി ഒഴുകണമേ. തീ പോലെ തീ പോലെ ഇറങ്ങണമേ, അഗ്നിനാവായി പതിയണമേ, കൊടുങ്കാറ്റായി വീശണമേ, ആമേൻ. ആത്മനദിയായി ഒഴുകണമേ. തീ പോലെ, തീ പോലെ, തീ പോലെ. എല്ലാവരും ആമേൻ. റിയൽ ഫയർ. ഇറങ്ങണമേ, അഗ്നിമാവായി പതിയണമേ, കൊടുങ്കാറ്റായി വീശണമേ, ആത്മനദിയായി ഒഴുകണമേ. പഠിക്കേ. തീ പോലെ ഇറങ്ങണമേ, അഗ്നിനാവായി പതിയണമേ, കൊടുങ്കാറ്റായി മേൽ വ്യാപരിക്കട്ടെ.
ദൈവശക്തി വ്യാപരിക്കപ്പെടട്ടെ, അഭിഷേകത്തിന്റെ ആത്മാവ് വ്യാപരിക്കപ്പെടട്ടെ. സകല ദൈവജനത്തിനുമായി ഒരു പുതിയ അഭിഷേകം, ഒരു പുതിയ അഭിഷേകം സംഭവിക്കട്ടെ, 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 സംഭവിക്കട്ടെ. യേശു അനേകരെ സ്പർശിക്കുന്നു. കണ്ണിൽ നിന്നൊഴുകുന്ന കണ്ണുനീർത്തുള്ളി അത് പരിശുദ്ധാത്മാവ് സഹോദരി നിന്നെ സ്നേഹിക്കുന്നതിന്റെ അടയാളമാണ്. കണ്ണിൽ നിന്നൊഴുകുന്ന കണ്ണുനീര് സംശയിക്കേണ്ടത് പരിശുദ്ധാത്മാവ് സമ്മാനിക്കുന്നതാണ്. വിശ്വസിച്ച് പരിശുദ്ധാത്മാവ് അനേകരെ ജ്വലിപ്പിക്കുന്നു. നീണ്ട നാളുകളായി ഭാഷാവരത്തിൽ പ്രാർത്ഥിക്കാൻ പറ്റാതെ വല്ലാതെ അസ്വസ്ഥപ്പെട്ടിരുന്ന അനേകരെ പരിശുദ്ധാത്മാവ് വീണ്ടും വീണ്ടും പുതുക്കി പണിയുന്നു. നഷ്ടപ്പെട്ട അഭിഷേകം വീണ്ടും കൊടുക്കുന്നു. നഷ്ടപ്പെട്ട അഭിഷേകം വീണ്ടും കൊടുക്കുന്നു. അനേകരുടെ ശിരസിന് മുകളിൽ വിശുദ്ധ ഗ്രന്ഥം ഇങ്ങനെ തുറന്നു നിൽക്കുന്നു എന്നതിന്റെ അർത്ഥം വചന ശുശ്രൂഷയുടെയും മധ്യസ്ഥ പ്രാർത്ഥനയുടെയും അനേക രോഗസൗഖ്യത്തിന്റെയും അടയാളമാണ്. വിശ്വസിച്ച് പ്രാർത്ഥിച്ചോ. ഈ സമയപ്രകാരം രോഗപീഠയുള്ളവർ വിശ്വസിക്കുക, എന്നെ എന്റെ കർത്താവ് സൗഖ്യപ്പെടുത്തുന്നു. സങ്കടപ്പെടുന്ന അമ്മയുടെ പ്രാർത്ഥന വെറുതെയാവില്ല. വിശ്വസിച്ചോ, അമ്മയുടെ പ്രാർത്ഥന കുടുംബത്തിന്റെ അഭിഷേകമാണ്. നന്ദി പറഞ്ഞ് പ്രാർത്ഥിച്ചോ, നന്ദി പറഞ്ഞ് പ്രാർത്ഥിച്ചോ. കർത്താവ് ഇതൊരു അടയാളം കൊടുക്കുന്നതാണ്, അടയാളം കൊടുക്കുന്നതാണ്. നിന്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരമുണ്ടെന്ന് അടയാളം കൊടുക്കുകയാണ്. വിശ്വസിച്ചോ, വിശ്വസിച്ചോ. ഏത് വിഷയത്തിന് വേണ്ടി നീ പ്രാർത്ഥിക്കുന്നുണ്ടോ ആ വിഷയത്തിൽ കർത്താവ് ഇടപെടുന്നു. എന്നെ ശക്തനാക്കുന്നവനിലൂടെ എല്ലാം ചെയ്യാൻ പറ്റും. വിശ്വസിച്ചോ. തടസ്സം മാറ്റി കർത്താവ് അനുഗ്രഹിക്കുന്നു. ശരീരത്തിന്റെ വേദനകൾ യേശു എടുത്തു മാറ്റുന്നു. ശരീരത്തിന്റെ വേദനകൾ യേശു എടുത്തു മാറ്റുന്നു. നീ വിശ്വസിക്കുക. കർത്താവേ നന്ദി, നന്ദി, നന്ദി കർത്താവേ. ഓൺലൈൻ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന അനേകരുടെ കുടുംബത്തിൽ കർത്താവ് ഇടപെടുന്നു. ആരാധന, 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 ആരാധന. ഓ ദൈവമേ, ഓ ദൈവമേ, നന്ദി, നന്ദി കർത്താവേ. സ്തുതി കർത്താവേ. ആരാധന കർത്താവേ. ആരാധന, 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 ആരാധന. കൈകൾ കൂപ്പി പ്രാർത്ഥിച്ചോ, കണ്ണടച്ചേ. കർത്താവ് അടയാളങ്ങൾ നൽകുന്നത് നിന്റെ വിശ്വാസം വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. ഈ സമയം പ്രാർത്ഥിക്കുന്ന ഓരോരുത്തരും, ഒന്നോ രണ്ടോ പേർക്കല്ല കേട്ടോ, പ്രായഭേദമന്യേ, ജാതി മതഭേദമന്യേ പ്രാർത്ഥിക്കുന്ന ഓരോരുത്തരുടെയും ശക്തമായ ജീവിതത്തിൽ ഇടപെടുന്നു. ഞാൻ ഈ ദിവസങ്ങളിൽ എനിക്ക് ഏറ്റവും അടുത്ത സമയത്ത് ഒരു പൂർണ്ണ കുംഭസാരത്തിന് സമയം കിട്ടുമ്പോൾ ഞാൻ ഉപയോഗിക്കും. കർത്താവേ, ഞാൻ സമർപ്പിക്കുന്നു. മുട്ടുകുത്തിക്കേ, തിരുമുമ്പിൽ മുട്ടുകുത്തുക. ഈശോയുടെ ആശീർവാദത്തിന് വേണ്ടി നമ്മൾ ഒരുങ്ങി പ്രാർത്ഥിക്കുന്ന സമയം ഈശോ ആശീർവദിക്കുമ്പോൾ ഈ ആശീർവാദം നിന്റെ വീട്ടിലേക്ക്, നിന്റെ ജോലി സ്ഥലത്തേക്ക്, നീ എവിടെയെല്ലാം പോകുന്ന അവിടെയെല്ലാം നിന്റെ കൂടെ ശക്തമായിട്ടുണ്ടാവും. കൈകൾ കൂപ്പി കണ്ണടച്ച് പ്രത്യേകിച്ച് നിങ്ങൾ പ്രാർത്ഥിക്കും. നിങ്ങളുടെ വീട്ടിൽ നിന്ന് ആരെങ്കിലുമൊക്കെ ദൂരങ്ങളിൽ, വിദേശ രാജ്യങ്ങളിൽ, ഇന്ത്യയുടെ പല ഭാഗങ്ങളിൽ പഠനത്തിനും ജോലിക്കുമൊക്കെ പോയിട്ടുണ്ടാവാം. പ്രാർത്ഥിക്കുക. ഈശോയെ, ഞാനിപ്പോൾ ഈ പോട്ടാശ്രമത്തിൽ നിന്ന് സ്വീകരിക്കുന്ന ഈ ആശീർവാദം എൻ്റെ മകളിലേക്ക്, മകനിലേക്ക്, ജീവിത പങ്കാളിലേക്ക്, സഹോദരങ്ങളിലേക്ക്, മക്കളിലേക്ക് കടന്നു ചെല്ലട്ടെ.
ഈ ആശീർവാദം അവരുടെ ജീവിതത്തിലെ ഒരു പുത്തൻ അഭിഷേകമായി മാറട്ടെ. ആ പ്രാർത്ഥനയോടുകൂടെ ഈശോയുടെ ആശീർവാദം നമുക്ക് സ്വീകരിക്കാം. ഒന്നു ചേർന്നു ദാസർ പാടാം ആരാധന. ഓ സ്തിരൂപനീശുവേ ആരാധന. ഒന്നു ചേർന്നു ദാസർ പാടാം ആരാധന. ഓ സ്തിരൂപനീശുവേ ആരാധന. ഒന്നു ചേർന്നു ദാസർ പാടാം ആരാധന. സൗഖ്യമേകുമേശുവേ ആരാധന.